ജോൺസൺസ് കൗണ്ടർ ഓർ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ ഓർ സ്വിച്ച് ടെയിൽ റിംഗ് കൗണ്ടർ ഈ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി റിംഗ് കൗണ്ടർ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ജോൺസൺസ് കൗണ്ടർ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിംഗ് കൗണ്ടറിൽ നിന്നും ഈ ജോൺസൺസ് കൗണ്ടർ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ അല്ലെങ്കിൽ സ്വിച്ച് ടെയിൽ റിംഗ് കൗണ്ടറിന് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ റിംഗ് കൗണ്ടർ പഠിക്കുന്ന ടൈമിൽ നമുക്കറിയാം കുറെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമുക്കറിയാം എപ്പോഴും രണ്ട് ഔട്ട്പുട്ടാണ് വരുന്നത്. ക്യൂ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും ക്യൂ ബാർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും. ഈ ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് മെയിൻ ഔട്ട്പുട്ട്. ക്യൂ ബാർ എന്ന് പറയുന്നത് കോംപ്ലിമെന്റ് ഔട്ട്പുട്ട് ആണ്. അതായത് ക്യൂവിന്റെ വാല്യൂ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്യൂ ബാറിന്റെ വാല്യൂ വരിക. അപ്പൊ നമ്മൾ റിംഗ് കൗണ്ടർ പഠിക്കുന്ന ടൈമിൽ ഈ ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്യൂ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ജോൺസൺസ് കൗണ്ടറിന്റെ കേസിൽ ക്യൂ അല്ല, പകരം ക്യൂ ബാർ എന്ന് പറയുന്ന കോംപ്ലിമെന്റ് ഔട്ട്പുട്ട്, ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്യൂ ബാർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആയിരിക്കും ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുക. ഇതാണ് റിംഗ് കൗണ്ടറിൽ നിന്നും ജോൺസൺസ് കൗണ്ടറിനുള്ള ഒരു വ്യത്യാസം. നമുക്ക് റിംഗ് കൗണ്ടർ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടുകളായ പ്രീസെറ്റും ക്ലിയറും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജോൺസൺസ് കൗണ്ടറിന്റെ കേസിൽ നമുക്ക് ക്ലിയർ ഇൻപുട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പ്രീസെറ്റ് ഇൻപുട്ട് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കറിയാം നമ്മൾ റിംഗ് കൗണ്ടർ പഠിച്ചപ്പോൾ ബാക്കിയുള്ള കൗണ്ടറുകളിലെല്ലാം പോലെ തന്നെ റിംഗ് കൗണ്ടറിലും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷേ ജോൺസൺസ് കൗണ്ടറിന്റെ കേസിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ഇൻറ്റു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും. നിങ്ങൾ ജോൺസൺസ് കൗണ്ടർ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇരട്ടി ആയിട്ടായിരിക്കും ജോൺസൺസ് കൗണ്ടറിൽ വരുന്നതെന്ന്. ഇത്രയാണ് നമ്മൾ ജോൺസൺസ് കൗണ്ടറിനെ പറ്റി ബേസിക് ആയിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങൾ. ഇനി നമ്മുടെ റിംഗ് കൗണ്ടറിലെ പോലെ തന്നെ ഇതിന്റെ ഒരു ഡയഗ്രാം പഠിക്കണം, വർക്കിംഗ് അറിയണം, ടേബിൾ എഴുതാൻ അറിയണം, ഫൈനലി അതിന്റെ ടൈമിംഗ് ഡയഗ്രാം പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു 4 ബിറ്റ് ജോൺസൺസ് കൗണ്ടർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കൗണ്ടറിലെയും പോലെ തന്നെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. അതിന് മാറ്റമൊന്നും ഇല്ല. സോ നമുക്ക് ഒരു 4 ബിറ്റ് ജോൺസൺസ് കൗണ്ടർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് വരച്ചു. അതിന്റെ ഇൻപുട്ട് D0, D1, D2, D3 എന്ന് മാർക്ക് ചെയ്തു. ഔട്ട്പുട്ട് Q0, Q1, Q2, Q3. പിന്നെ ഇവിടെ ഞാൻ കോംപ്ലിമെന്റ് ഔട്ട്പുട്ടിനും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് കോംപ്ലിമെന്റ് ഔട്ട്പുട്ടും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. Q0 ബാർ, Q1 ബാർ, Q2 ബാർ, Q3 ബാർ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ കോംപ്ലിമെന്റ് ഔട്ട്പുട്ട് ആവശ്യമുണ്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് ഔട്ട്പുട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം മാർക്ക് ചെയ്തു. നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് യൂസ് ചെയ്യുന്നത് സിൻക്രണസ് ക്ലോക്ക് ആണ്. സോ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും അറ്റ് എ ടൈം സെയിം ക്ലോക്ക് ഇൻപുട്ട് തന്നെ അപ്ലൈ ചെയ്തു. ഇവിടെ ഒരു നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ജോൺസൺസ് കൗണ്ടറിന്റെ കേസിൽ നമ്മുടെ ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കോംപ്ലിമെന്റ് ഔട്ട്പുട്ട് അതായത് Q3 ബാർ ആണ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ആ ഒരു കണക്ഷനും കൊടുത്തു. പിന്നെ ജോൺസൺസ് കൗണ്ടറിന്റെ കേസിൽ നമ്മുടെ ക്ലിയർ എന്ന് പറയുന്ന ഒരു ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ ക്ലിയർ എന്ന് പറയുന്ന ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും കൊടുത്തു. ഇത് ലോ ആക്റ്റീവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ബബിള് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഇനി ഇതിന്റെ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിന്റെ വർക്കിംഗ് നോക്കണം. അപ്പൊ വർക്കിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ടേബിളും കൂടി എഴുതാം. അപ്പോൾ ടേബിൾ എഴുതുന്ന ടൈമിൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടായ ക്ലിയറും ക്ലോക്കും ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q0, Q1, Q2, Q3 ആണ്. നമ്മൾ ഈ ജോൺസൺസ് കൗണ്ടറിന്റെ കേസിൽ Q3 ബാർ എടുത്ത്
D0യിലേക്ക് കണക്ട് ചെയ്യാണ് എന്ന് കരുതി നമ്മൾ ഔട്ട്പുട്ട് നോക്കുന്ന ടൈമിൽ നമ്മുടെ മെയിൻ ഔട്ട്പുട്ടായ Q0, Q1, Q2, Q3 തന്നെയാണ് നോക്കുന്നത്. അല്ലാതെ Q3 ബാർ അല്ല, അത് തെറ്റിപ്പോകരുത്. ഓക്കെ, ഇനി നോക്കുക ഇതിന്റെ ഒരു വർക്കിംഗ് എങ്ങനെയാ വരുന്നത് വെച്ചാൽ നമ്മുടെ റിംഗ് കൗണ്ടറിലെ പോലെ തന്നെ ആദ്യമേ നമ്മൾ നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനാണ് ഇമ്പോർട്ടൻസ്. ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനെ നമ്മൾ ആക്റ്റീവ് ആക്കി, ഇതൊരു ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്, അതുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ആ ഒരു ടൈമിൽ ഈ ഒരു ക്ലിയർ ഇൻപുട്ട് ആക്റ്റീവ് ആണെങ്കിൽ ക്ലോക്കിന് അവിടെ ഒരു റോളും ഇല്ല. സോ ക്ലോക്ക് നമുക്ക് ഡോൺ കെയർ കൊടുക്കാം. ക്ലോക്ക് ഇപ്പൊ ലോ ആണെങ്കിലും ഹൈ ആണെങ്കിലും ഔട്ട്പുട്ടിനെ അത് ബാധിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ക്ലിയർ ഇൻപുട്ട് കൊടുത്തു. അപ്പൊ ക്ലിയർ ഇൻപുട്ട് ലോ കൊടുത്തു. അപ്പൊ നമുക്ക് ഇന്ന് നോക്കിയേ, ഈ ക്ലിയർ ഇൻപുട്ട് ഇവിടെ 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 4 ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ക്ലിയർ ഇൻപുട്ട് ആക്റ്റീവായി. ക്ലിയർ ഇൻപുട്ട് ആക്റ്റീവ് ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ഏതായാലും ശരി, ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ Q0 0 കിട്ടും, Q1 0 കിട്ടും, Q2 0 കിട്ടും, Q3യും 0 കിട്ടും. ഓക്കെ, അപ്പൊ Q0 0, Q1 0, Q2 0, Q3യും 0 ആണ്. ഇനി നമുക്കറിയാം എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തൊട്ട് റൈറ്റിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ Q0 0 ആണെങ്കിൽ നമ്മുടെ അത് D1ലേക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ D1 0 വരും. Q1 0 ആണെങ്കിൽ അത് D2ലേക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ D2 0 വരും. ദെൻ Q2 0 ആണെങ്കിൽ അത് D3ലേക്ക് കണക്റ്റഡ് ആണ്. സോ D3യും 0 വരും. ഇനി Q3 ബാർ ആണ് D0യിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. നമുക്കറിയാം Q3 0 ആണ്. Q3 0 ആണെങ്കിൽ Q3യുടെ കോംപ്ലിമെന്റ് ആണ് Q3 ബാർ വരിക. സോ Q3 ബാർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആ 1 ആണ് ഈ D0യിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിന്, അതായത് നമ്മുടെ ക്ലിയർ ഇൻപുട്ടിന് ഇവിടെ ഒരു റോളും ഇല്ല. സോ നമ്മൾ ക്ലിയർ ഇൻപുട്ടിനെ ആക്റ്റീവ് ഹൈ ആക്കി മാറ്റുകയാണ്. ദെൻ നമ്മൾ ക്ലോക്ക് അപ്ലൈ ആണ്. നമ്മുടെ ഇവിടെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്തു. ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഔട്ട്പുട്ടുകൾ കിട്ടും. ഇവിടെ D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇൻപുട്ടിൽ എന്ത് കൊടുത്തോ അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ D0 1 ആണ്. സോ നമുക്ക് Q0 എന്ന് പറയുന്നത് 1 കിട്ടും. D1 0 ആണ്. സോ നമുക്ക് Q1 എന്ന് പറയുന്നത് 0 കിട്ടും. D2 0 ആണ്. സോ നമുക്ക് Q2 0 കിട്ടും. D3 0 ആണ്. സോ നമുക്ക് Q3 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് പുതിയ ഔട്ട്പുട്ട് വരിക. ഇനി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഇൻപുട്ട് എന്ന് പറയുന്നത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ Q0 1 ആണെങ്കിൽ D1 1 വരും. Q1 0 ആണെങ്കിൽ D2 0 വരും. Q2 0 ആണെങ്കിൽ D3 0 വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Q3 0 ആണ്. സോ Q3 ബാർ 1 ആണ്. ആ 1 എന്ന് പറയുന്നത് നമ്മുടെ D0യിലേക്കും വരും. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ക്ലിയർ ഇൻപുട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈ ആക്കി വെച്ചേക്കാണ്. അപ്പൊ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എന്ത് കൊടുക്കുന്നു അത് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ D0 1 ആണ്. അപ്പൊ നമുക്ക് Q0 1 എന്ന് കിട്ടും. D1 1 ആണ്. സോ നമുക്ക് Q1 1 എന്ന് കിട്ടും. D2 0 ആണ്. സോ നമുക്ക് Q2 0 എന്ന് കിട്ടും. ദെൻ D3 0 ആണ്. സോ നമുക്ക് Q3യും 0 എന്ന് കിട്ടും. ഇനി വീണ്ടും നേരത്തെ പോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തൊട്ടടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് പോവാണ്. അപ്പൊ Q3 0 ആയതുകൊണ്ട് Q3 ബാർ 1 വരും. അപ്പൊ നമുക്ക് D0 എന്ന് പറയുന്നത് വീണ്ടും 1 വരും. ഇനി Q0 1 ആയിരുന്നു. സോ നമുക്ക് D1 1 വരും. Q1 1 ആയിരുന്നു. സോ നമുക്ക് D2 1 എന്ന് വരും. ഇനി Q2 0 ആയിരുന്നു. സോ D3 എന്ന് പറയുന്നത് 0 വരും. ഇനി നമ്മൾ നേരത്തെ പോലെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ്. ക്ലിയർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈ ആക്കി തന്നെ വെച്ചേക്കാണ്. D0 1 ആണ്. സോ നമുക്ക് Q0 1 എന്ന് കിട്ടും. D1 1 ആണ്. സോ നമുക്ക് Q1 1 എന്ന് കിട്ടും. D2 1 ആണ്. സോ നമുക്ക് Q2 1 എന്ന് കിട്ടും. D3 0 ആണ്. സോ നമുക്ക് Q3 0 കൊടുക്കാം. ഇനി നമ്മൾ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സിമിലർലി ഈ Q0യും Q1യും Q2യും Q3യും നമുക്ക് 1 എന്ന് കിട്ടും. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമ്മൾ വീണ്ടും
വീണ്ടും നമ്മൾ ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ ക്ലിയർ ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആയിട്ട് തന്നെ വെച്ചേക്കാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, തൊട്ട് മുന്നേത്തെ സ്റ്റേറ്റിൽ നമുക്ക് Q0യും Q1ഉം Q2ഉം Q3യും 1 എന്നാ കിട്ടിയേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ Q3 1 ആണെങ്കിൽ Q3 ബാർ 0 ആയിരിക്കും. ആ 0 ആണ് D0യിലേക്ക് ഇൻപുട്ട് ആയിട്ട് പോകുന്നത്. Q0 1 ആണ്, അത് D1ലേക്ക് കണക്റ്റഡ് ആണ്, സോ D1 1 വരും. ഇനി Q1 1 ആയിരുന്നു, സോ D2 1 വരും. Q2 1 ആയിരുന്നു, സോ D3 എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ പോലെ തന്നെ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ആണ്. നമ്മുടെ ക്ലിയർ എന്ന് പറയുന്നത് 1 ആക്കി വെച്ചേക്കാണ്. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ഇൻപുട്ട് 0 ആണ്, സോ നമുക്ക് ഔട്ട്പുട്ടും 0 കിട്ടും, അതായത് Q0 0 കിട്ടും. D1 1 ആണ്, സോ നമുക്ക് Q1 1 കിട്ടും. D2 1 ആണ്, സോ നമുക്ക് Q2 എന്ന് പറയുന്നത് 1 കിട്ടും. D3 1 ആണ്, സോ Q3 എന്ന് പറയുന്നത് നമുക്ക് 1 കിട്ടും. ഇനി നേരത്തെ പോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ കേസിൽ നമുക്ക് Q3 1 ആണ്, സോ Q3 ബാർ വീണ്ടും 0. അപ്പൊ D0 എന്ന് പറയുന്നത് 0 വരും. ഇനി Q0 എന്ന് പറയുന്നത് തൊട്ടു മുന്നേ നമുക്ക് എന്താ കിട്ടിയത്, 0 എന്നാ കിട്ടിയത്, അത് D1ലേക്ക് കണക്റ്റഡ് ആയി. ദെൻ Q1 എന്ന് പറയുന്നത് 1 ആയിരുന്നു, സോ D2 1 തന്നെ. Q2 എന്ന് പറയുന്നത് 1 ആയിരുന്നു, സോ D3 1 തന്നെ. ഇപ്പൊ ഈ ഒരു രീതിയിൽ ഇരിക്കുക. അപ്പൊ നോക്കിയേ, ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് 0 ആണ്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു. ക്ലിയർ 1 ആക്കി തന്നെ വെച്ചേക്കാണ്. ഇൻപുട്ട് 0 എടുത്തു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ടിൽ 0 തന്നെ കിട്ടും. ഇനി D1 0 ആണ്, സോ നമുക്ക് Q1ഉം 0 കിട്ടും. D2 1 ആണ്, സോ നമുക്ക് Q2 1 കിട്ടും. സിമിലർലി D3 1 ആണ്, സോ നമുക്ക് Q3 എന്ന് പറയുന്നത് 1 കിട്ടും. ഇനി വീണ്ടും നമ്മൾ ഇതേപോലെ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാൽ മതി. Q0യും Q1ഉം Q2ഉം 0 കിട്ടും, Q3 1 കിട്ടും. അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ടിന് Q0യും Q1ഉം Q2ഉം 0 ആണ്, Q3യും 0 എന്ന് കിട്ടും. ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പൊ നോക്കിയേ, ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്, ഇത് സെക്കൻഡ് സ്റ്റേറ്റ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്, ഇത് സിക്സ്ത്, ഇത് സെവൻത് സ്റ്റേറ്റ്, ഇത് എയ്ത്ത് സ്റ്റേറ്റ്. ഈ ഒരു എയ്ത്ത് സ്റ്റേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നോക്കി, നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാ വാല്യൂവും 0 ആയിരുന്നു. ഈ ഒരു എയ്ത്ത് സ്റ്റേറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ Q0യും Q1ഉം Q2ഉം Q3 എന്ന് പറയുന്നത് വീണ്ടും 0 ആയി. അതായത് ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്, 2 3 4 5 അങ്ങനെ നമുക്ക് 6 7 8 മൊത്തം 8 സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ 8 സ്റ്റേറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്പർ ഇട്ട് ഇതിപ്പം ഞാൻ ഈ ഏതോ ഒരു ക്ലിയർ ഇൻപുട്ട് 1 കൊടുക്കാൻ വിട്ടുപോയത് കൊണ്ടാണ്, നിങ്ങൾ ദേ റൈറ്റിലേക്ക് നോക്കിയാൽ മതി. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, എയ്ത്ത്. 8 സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഈ 8 സ്റ്റേറ്റ് കഴിയുമ്പോൾ വീണ്ടും ആദ്യത്തെ സ്റ്റേറ്റ് തൊട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, ജോൺസൺസ് കൗണ്ടറിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. നമുക്കിവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. 8 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4 ആണ്. ഓക്കെ, അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു ജോൺസൺസ് കൗണ്ടറിന്റെ വർക്കിംഗ് വരുന്നത്. ഇത്രേ ഉള്ളൂ. ജോൺസൺസ് കൗണ്ടറിന്റെ ഒരു വർക്കിംഗ് നമ്മൾ എഴുതുകയാണെങ്കിൽ, ബാക്കിയുള്ള നമ്മുടെ റിംഗ് കൗണ്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജോൺസൺസ് കൗണ്ടറിന്റെ കേസിൽ ഇനിഷ്യലി നമ്മളിവിടെ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട്, ക്ലോക്ക് അല്ല, ക്ലിയർ ഇൻപുട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ പ്രീസെറ്റ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഇനിഷ്യലി നമ്മുടെ ക്ലിയർ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പം എല്ലാ വാല്യൂസും 0 ആണ് വരുന്നത്. ദെൻ ഇവിടെ ഈ ഒരു 1 എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജോൺസൺസ് കൗണ്ടറിന്റെ കേസിൽ Q3 ബാർ ആണ് നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്തേക്കുന്നത്. അത് കാരണമാണ് ഇവിടെ ഈ ഒരു 1 വരുന്നത്. ദെൻ ആദ്യം ഒരു 1 വരും, തൊട്ടടുത്ത് ആദ്യം ഇനിഷ്യലി എല്ലാവരും 0 ആയിരുന്നു. ദെൻ ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 1 വരും. തൊട്ടടുത്ത സ്റ്റേറ്റിൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ട് 1 വരും. തൊട്ടടുത്ത സ്റ്റേറ്റിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ട് 1 വരും. തൊട്ടടുത്ത സ്റ്റേറ്റിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 1 വരും. ദെൻ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആവും. ദെൻ അടുത്ത 2 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആവും. ദെൻ അടുത്ത 3 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആവും. ദെൻ അടുത്ത 4 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആയി. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ് വീണ്ടും. ഇങ്ങനെ നമ്മൾ വീണ്ടും ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റേറ്റുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. ഈ ഒരു രീതിയിലാണ് ജോൺസൺസ് കൗണ്ടറിന്റെ വർക്കിംഗ് വരുന്നത്. ഇനി ഇതിന്റെ
ടൈമിംഗ് ഡയഗ്രം നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ജോൺസൺസ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മുടെ റിംഗ് കൗണ്ടറിലേക്ക് പോലെ തന്നെ ഇൻപുട്ടുകളായ ക്ലോക്കും ക്ലിയറും വരയ്ക്കുക. ദെൻ ഔട്ട്പുട്ട് Q0, Q1, Q2, Q3 ആണ്. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ റിംഗ് കൗണ്ടറിന്റെ കേസിൽ പ്രീസെറ്റും ക്ലിയറും രണ്ടും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്നും പറഞ്ഞിട്ട് മാർക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ക്ലിയർ ഇൻപുട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ക്ലിയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ആ ക്ലിയർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ആക്റ്റീവ് ലോ ആയിരിക്കുന്നത്. ബാക്കി ടൈം ഫുൾ അത് ഹൈ ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. ദെൻ ഇനിഷ്യലി നമ്മുടെ Q0, Q1, Q2, Q3 എല്ലാവരും 0 ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ക്ലിയർ ഇൻപുട്ട് ആണ് അപ്ലൈ ചെയ്തത്. സോ നമ്മുടെ ആദ്യത്തെ ഒരു ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ക്ലിയർ ഇൻപുട്ട് ആണ് അപ്ലൈ ചെയ്തത്. സോ നമ്മുടെ Q0യും Q1ഉം Q2ഉം Q3 എല്ലാം ലോ ആയിട്ട് തന്നെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളൊരു ഫസ്റ്റ് ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് Q0 1 ആയിട്ട് മാറും. ദെൻ അടുത്ത ക്ലോക്കിനും മൊത്തം 4 ക്ലോക്കുകളിലും Q0 1 ആയിട്ട് തന്നെ നിൽക്കും. ദെൻ അത് കഴിയുമ്പോൾ Q0 ലോ ആയിട്ട് മാറുന്നത്. നിങ്ങൾ അതിന്റെ ഒരു ടേബിൾ നോക്കിയാൽ നമുക്കറിയാം Q0 ഇനിഷ്യലി 0 ആയിരുന്നു. ദെൻ പിന്നെ എല്ലായിടത്തും അത് 1 ആയിട്ട് തന്നെയാണ് വരുന്നത്. ദെൻ വീണ്ടും 0 ആയി പോവുക. ഇനി Q1ന്റെ കേസിലാണെങ്കിൽ ഇനിഷ്യലി Q1 ലോ ആയിട്ട് തന്നെയാണ് നിന്നത്. ഫസ്റ്റത്തെ ക്ലോക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് ലോ ആയിട്ട് തന്നെ നിൽക്കുന്നത്. ദെൻ അടുത്ത ക്ലോക്കിനാണ് ഹൈ ആയിട്ട് വരുന്നത്. ദെൻ 4 ക്ലോക്കുകളിൽ അത് ഹൈ ആയിട്ട് പോകും. ദെൻ വീണ്ടും ലോ ആയിട്ട് മാറും. Q2ന്റെ കേസിൽ ഇനിഷ്യലി Q2 ലോ ആയിരുന്നു. ആദ്യത്തെ 2 ക്ലോക്കുകൾക്കും ലോ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ദെൻ അത് ഹൈ ആവും. ദെൻ 4 ക്ലോക്കുകളിൽ ഹൈ ആയിട്ടിരിക്കും. പിന്നെ വീണ്ടും ലോ ആവും. Q3യുടെ കേസിൽ ഇനിഷ്യലി ലോ ആയിരുന്നു. അത് ലോ ആയി തന്നെ പോയിക്കൊണ്ടേയിരിക്കും. 4ാമത്തെ ക്ലോക്ക് കഴിയുമ്പോഴാണ് ഹൈ ആവുന്നത്. ദെൻ അതൊരു ഹൈ സ്റ്റേറ്റ് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത് ജോൺസൺസ് കൗണ്ടറിന്റെ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ടേബിൾ നോക്കിയാൽ മതി. അപ്പൊ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇനിഷ്യലി Q0യും Q1ഉം Q2ഉം Q3 എല്ലാം ലോ ആയിട്ടാണ് ഇരുന്നത്. ആദ്യത്തെ ആ ഒരു ക്ലോക്കിന്റെ ടൈമിൽ Q0 ലോ. ദെൻ തൊട്ടടുത്തൊരു ക്ലോക്കിന് അത് ഹൈ ആയി. ദെൻ 4 ക്ലോക്കുകളിൽ ഹൈ ആയിട്ടിരിക്കും. പിന്നെ ലോ ആയിട്ട് മാറും. Q1ന്റെ കേസ് ഇനിഷ്യലി ലോ ആയിരുന്നു. അടുത്ത ക്ലോക്കിനും ലോ ആയിരുന്നു. പിന്നെ 4 ക്ലോക്കുകളിൽ ഹൈ ആയിട്ട് മാറും. ദെൻ വീണ്ടും ലോ. Q2ന്റെ കേസിൽ ഇനിഷ്യലി ലോ ആയിരുന്നു. അടുത്ത 2 ക്ലോക്കുകൾക്കും ലോ ആണ്. പിന്നെ അത് ഹൈ ആയിട്ട് മാറും. 4 ക്ലോക്കിന് ഹൈ ആവും. വീണ്ടും ലോ. Q3യും സിമിലർലി തന്നെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്ലോക്ക് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലോക്ക് പീരീഡ് ആണ്. അതായത് ഒരു ക്ലോക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് പീരീഡ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു ക്ലോക്കിന് Q0 ലോ. അതായത് ആ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന ടൈമിൽ. തൊട്ടടുത്ത ക്ലോക്കിന് Q0 ഹൈ. പിന്നെ 4 ക്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ 4 ക്ലോക്കുകളിലും ഇതൊന്ന് ഒരു ക്ലോക്ക്, ഇത് അടുത്തൊരു ക്ലോക്ക്, ഇത് അടുത്തൊരു ക്ലോക്ക്, ഇത് അടുത്തൊരു ക്ലോക്ക്, അങ്ങനെ 4 ക്ലോക്കുകളിലും ഹൈ ആയിട്ടിരിക്കുന്നു. ദെൻ വീണ്ടും ലോ ആയിട്ട് പോകുന്നു. ഇതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ജോൺസൺസ് കൗണ്ടർ അല്ലെങ്കിൽ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ.